നമസ്കാരം. ബിഗ് ബോസിൻ്റെ എനിക്ക് തോന്നിയൊരു കാഴ്ചപ്പാട് പറയാനായിരുന്നു. ഒരു 2-3 ഡേയ്സ് മുമ്പ് മൂവ്മെൻറ്റ്സ് വ്ലോഗ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ശരത്തേടുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് കുട്ടികളെ മോശമായ രീതിയിൽ സ്വാധീനിക്കുന്നു എന്നായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികളെയൊക്കെ മോശമായ രീതിയിലായിരിക്കുമോ സ്വാധീനിക്കുക ബിഗ് ബോസ് എന്ന് തോന്നി. പക്ഷേ 2 ദിവസം മുമ്പ് നടന്നൊരു സംഭവം, എൻ്റെ സിസ്റ്ററിൻ്റെ മക്കളൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ കളിക്കുവാണ്. അപ്പോൾ എന്താ കളിക്കുകയെന്ന് വെച്ചാൽ ബിഗ് ബോസാണ് കളിക്കുന്നത്. അപ്പോൾ അതിൽ ഒരാൾ ജാസ്മിനാണ്, ഒരാൾ ജിൻഡോയാണ്, ഒരാൾ ശ്രീതുവാണ്. ഇങ്ങനെ കേട്ട് അവർ കളിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കളിയിൽ അവർ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ, ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ 3 വയസ്സുള്ള കൊച്ചു പറയുന്ന അവൾ ജിൻഡോയാണ്. ജിൻഡോയ്ക്ക് ജിജോ എന്നാണ് പറയുക. ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ. മോൾ ആരാണ് ബിഗ് ബോസിലെ? ജിൻഡോ എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അവർ കളിക്കുകയാണ്. കളിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒച്ചപ്പാടാണ് പരസ്പരം. നീ പോടാ, എഴുന്നേറ്റ് പോടാ, നിനക്ക് വേറെ പണിയൊന്നുമില്ലടാ, നീ എഴുന്നേറ്റ് പോടാ, അങ്ങനെ വന്നിട്ട് നമ്മൾ ഈ ഫയർ ചെയ്യുന്ന പോലത്തെ സംസാരമായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെയാണെന്ന് വെച്ചപ്പോൾ, ബിഗ് ബോസിൽ ജാസ്മിൻ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് വഴക്ക് കൂടുമല്ലേ, മറ്റുള്ളവരുമായിട്ട് എഴുന്നേറ്റ് പോടാ അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ജാസ്മിൻ അനുകരിക്കുന്നത് പിള്ളേരാണ്. അപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ, ഞാൻ വെച്ചാൽ ബിഗ് ബോസ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അത് പറയാം, ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ അടികൂടി എപ്പോഴും വഴക്ക് പറയുന്നത്, എപ്പോഴും അങ്ങനത്തെ ഷോയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും മോശമായ രീതിയിലാണ്. കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് കൂടാനുള്ള ഒരു ഷോയാണെന്ന് മാത്രമാണ് അവർ കണക്കാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിവൃത്തി ഉണ്ടെങ്കിൽ മക്കളെ കാണിക്കാതിരിക്കുക തന്നെയാണ്. കാരണം ഈ പറയുന്ന ഞാൻ പറയും മക്കളെ കാണിക്കാതിരിക്കും, പക്ഷേ ഞാൻ ബിഗ് ബോസിന് അടിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസ്. എത്ര ഫൈറ്റ് ഉണ്ടായാലും കുറേയൊക്കെ എനിക്ക് നോർമലി, ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ സിബിൻ ഔട്ടായി പോയി എന്ന് പറഞ്ഞ ആ എപ്പിസോഡ് ഞാൻ കണ്ടില്ല. എനിക്ക് വിഷമമായിരുന്നു. പിന്നെ ജിൻഡോയ്ക്ക് യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ജിൻഡോയ്ക്ക് ഒരു നെഗറ്റീവ് വരുന്ന എപ്പിസോഡ് ഞാൻ മാക്സിമം കാണാറില്ല. അല്ലാതൊക്കെ ഇരുന്ന് കാണും. പിന്നെ കുറച്ച് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഫയർ ചെയ്യുന്ന എപ്പിസോഡൊക്കെ ഇരുന്ന് കാണാറുണ്ട്. മേ ബി ഞാനും തീർച്ചയായും ബിഗ് ബോസിന് അഡിക്റ്റ് തന്നെയാണ്. 9 മണിക്ക് ഉറങ്ങുന്ന എല്ലാവരും വീട്ടിൽ 10:30 കഴിയും ഉറങ്ങാൻ. സോ മാക്സിമം കുട്ടികളെ കാണിക്കാതിരിക്കുക തന്നെയാണ്. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ കാണാതിരിക്കുക. നമ്മളെ മാറ്റിയെടുത്താൽ മാത്രമേ കുട്ടികളെ മാറ്റിയെടുക്കാൻ കഴിയൂ. എന്നാൽ എല്ലാവരുടെ അഭിപ്രായം പോരട്ടെ.